എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇപ്പോൾ ഈ ഇലക്ഷൻ ഇനി അടുത്തപ്പോഴത്തേക്കും സർക്കാരുകളെല്ലാം അങ്ങ് നന്നാകാനായിട്ട് തീരുമാനിച്ചു. ഇപ്പോൾ തന്നെ ഒരുപാട് കുടിശ്ശികളുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 2 മാസത്തെ കൂടി അനുവദിക്കാനായിട്ടിപ്പം പിണറായി തീരുമാനിച്ചു. മൊത്തം 3 മാസത്തെ പെൻഷൻ ഇപ്പോൾ ഉടനെ കിട്ടും. അതായത് 3000 അടുത്ത മാസം മുതൽ മുടങ്ങാതെ തരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അടുത്ത മാസം തൊട്ട് അതായത് ഇലക്ഷനിക്ക് വന്ന് നിൽക്കുക. അതുകൊണ്ട് നമ്മൾ ഇനി തൊട്ട് ഒരു മാസം മുടങ്ങുന്നില്ല. ഇപ്പം 4 മാസം 5 മാസമൊക്കെ കുടിശ്ശികയാണ്. ഇനി ഒരു മാസം പോലും കുടിശ്ശിക കിടത്തില്ല. 3742 കോടി രൂപ കടമെടുത്താണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ഇത് കടത്തിലാണ് കണ്ണുവച്ചിരിക്കുന്നത്. കടത്തിൽ കണ്ണുവെച്ച് പെൻഷനിനകത്ത് പെൻഷൻ ഇനി അതാത് മാസം നൽകുന്നു. ഇതിനേക്കാളും ശക്തമായ എന്തെല്ലാം ഉറപ്പുകളാണ് ഇവർ ജനത്തിന് കൊടുത്തിട്ടുള്ളത്. അത് വല്ലതും പാലിച്ചിട്ടുണ്ടോ? പക്ഷേ എന്നിട്ട് ഇപ്പോൾ പറയുന്നത് പെൻഷൻ വിതരണത്തിനും വർഷാന്ത ചെലവുകൾക്കുമായി 3742 കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കാൻ പോവുകയാണ്. തിരക്കുള്ള പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുൻകൂട്ടി 2 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചത്. അതായത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഇപ്പോൾ പെൻഷൻ ഉടനെ കൊടുക്കുന്നു. റേഷൻ കട വഴി ഇല്ലാത്ത അരി പെട്ടെന്ന് കെയർ റൈസ് എന്നും പറഞ്ഞിട്ടുള്ള പേരിൽ അരി കൊടുക്കുന്നു. അങ്ങനെ കംപ്ലീറ്റ് തേനും പാലും ഒഴുകിക്കൊണ്ടിരിക്കുക ഇലക്ഷന് മുമ്പായിട്ട്. ഇതിൻ്റെ ഈ ഉടായ്പും ഈ ഇലക്ഷൻ കഴിയുന്ന വരെയുള്ള പാലം കടക്കോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്നുള്ള ഇവരുടെ ഈ പരിപാടി ആർക്കും അറിയാത്തതാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. അതായത് കടത്തിൽ കണ്ണുവെച്ച് കടം കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ കണ്ണുവെച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി അനുവദിക്കുകയാണ്. ഇനിയും മാസം കുടിശ്ശികയൊന്നും കൂടാതെ അപ്പോഴപ്പം വിതരണം ചെയ്യുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കാർട്ടൂണിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവമായ സ്വാഗതം. ഇതാണ് വാർത്ത. ഇതാണ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. തിരക്കിട്ടുള്ള പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങാതിരിക്കാൻ. അടുത്ത മാസം മുതൽ മാസം തോറും പെൻഷൻ എന്ന് മന്ത്രി. പെൻഷൻ വിതരണത്തിനും വർഷാന്ത ചെലവുകൾക്കുമായി 3742 കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കും. നമ്മൾ ഇതിന് റഫ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഈ പാവപ്പെട്ട ആളിന് വിളമ്പാൻ പാത്രം വെച്ചിട്ട് മുഖ്യമന്ത്രി ഈ പ്രതീക്ഷ മുഴുവനും ഈ കടത്തിലാണ്. അത് നമ്പർ 1 എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കേരളം നമ്പർ 1 എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ആ നമ്പർ 1ൻ്റെ ഈ വിക്ടറി സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇരിക്കുന്ന കടപ്പാത്രമാണ്. ആ പിച്ചച്ചട്ടിയാണ്. ആ പിച്ചച്ചട്ടിയിൽ നിന്നാണ് ഇങ്ങനെ ഈ പാവങ്ങളുടെ പക്കലേക്ക് ഈ പൈസ എത്തുന്നത്. അല്ലാണ്ട് ഇവരുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രൊഡക്ഷനോ ഒരു വരുമാനം കണ്ടുപിടിക്കലോ ഒന്നുമല്ല. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലൂടെ കിടക്കാം. ഇത് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ മാത്രം ഒരു പ്രത്യേകതയല്ല. ഇപ്പോൾ കേന്ദ്രത്തിലും ഈ പറഞ്ഞ കണക്ക് ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഉടനെ ഗ്യാസിന് വില കുറച്ചു, പെട്രോളിന് വില കുറച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ഇലക്ഷൻ അങ്ങോട്ട് കഴിയുന്ന പാടെ ഉടനെ അടുത്ത വില കൂട്ടും. പക്ഷെ എന്നാലും ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് വില കുറച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ സർക്കാരിൻ്റെ അവസ്ഥ ഇതാണ്.
ഇദ്ദേഹം പറയുന്ന ഈ മറ്റേ ഈ പാവപ്പെട്ടവനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അത് നമുക്ക് ഒരു പഴയ സിനിമാ പാട്ടാണത്. എല്ലാവരും കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. എന്ന് വെച്ചാൽ കുറച്ച് പഴയ ഒരു പാട്ടാണ്. ആ പാട്ടിനെ കുറച്ച് ട്വിസ്റ്റ് വരുത്തിയാണ് നമ്മൾ ഈ ഒരു ഉപയോഗിക്കുന്നത്, ഈ ഒരു മറ്റേ ഡയലോഗ് ഉപയോഗിക്കുന്നത്. അതായത് അച്ഛൻ ഇപ്പോൾ വരും നിങ്ങൾ കരയല്ലേ മക്കളെ, അത്തലെല്ലാം തീരുമെൻ്റെ കരളിൻ്റെ കാതല്. ഇത് ഏതോ ഒരു പഴയ സിനിമയിലെ ഒരു ഈരടി പാട്ടാണ്. അപ്പം അത് നമ്മൾ കുറച്ച് മാറ്റിയിട്ട് കടം ഇപ്പോൾ കിട്ടും, കടം ഇപ്പോൾ കിട്ടും നിങ്ങൾ കരയല്ലേ മക്കളെ. അത്തലെല്ലാം തീരുമെൻ്റെ കരളിൻ്റെ കാതൽ. ഒരു പഴയ സിനിമാ ഗാനത്തിൻ്റെ വരികളാണ്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. അച്ഛൻ ഇപ്പോൾ വരും നിങ്ങൾ കരയിലെ മക്കളെ എന്നാണ് സിനിമാ പാട്ട്. നമ്മളത് കടം ഇപ്പോൾ കിട്ടും നിങ്ങൾ കരയിലെ മക്കളെ എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ പിണറായിയുടെ ഇലക്ഷൻ തരികിട കണ്ണിൽ പൊടിയിടൽ പരിപാടിയുടെ ഈ കാർട്ടൂൺ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഈ ആഴ്ചയിലെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്ന കാർട്ടൂൺ ഇഷ്ടപ്പെട്ടു. നമുക്കിതിൻ്റെ ഒരു ചെറിയ പൊടിക്കൈകൾ കൂടെ കമ്പ്യൂട്ടർ ചെയ്തിട്ട് ഫൈനലായിട്ട് ഒന്നുകൂടെ കാണാം.